തൃശൂർ ജില്ലയിലെ തൊഴിലാളി സമരങ്ങൾക്ക് കരുത്തു പകർന്ന കരിക്കൊടി സമരത്തിന് 70 ആണ്ട്. മിനിമം കൂലി ആവശ്യപ്പെട്ട് ചകിരി തൊഴിലാളികളായ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിനിടെ നൂറുകണക്കിന് ആളുകൾക്കാണ് കൊടിയ മർദ്ദനവും ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നത്. നാടിനെ ഒന്നാകെ ആവേശഭരിതരാക്കിയ സമരക്കാരിൽ ചിലർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഒളിമാങ്ങാത്ത സമരാനുഭവങ്ങളെ ഓർത്തെടുക്കുകയാണ് അവർ. ത്യാഗഭരിതമായ ജീവിതം കൊണ്ടും പോരാട്ടങ്ങൾ കൊണ്ടും ഒട്ടേറെ സമരഭടന്മാരെ സൃഷ്ടിച്ച നാടാണ് തൃശൂർ. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലുണ്ടായിരുന്നവർ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരവും വിവിധ തൊഴിലാളി പ്രക്ഷോഭങ്ങളും ഇന്നും ആവേശമാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വേറിട്ട സ്ത്രീ മുന്നേറ്റത്തിന്റെ കരുത്തുറ്റ കഥയാണ് കരിക്കൊടി ചകിരി തൊഴിലാളികളുടെ സമരം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് നിയമാനുസൃത കൂലി നിലവിൽ വന്നു. എന്നാൽ ഒട്ടേറെ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ചകിരി തൊഴിൽ മേഖലയ്ക്ക് ഇത് ബാധകമായില്ല. തൊണ്ട് തല്ലുന്നവർക്ക് 1 രൂപ 2 തൊണ്ട് കുഴിയിൽ നിന്നെടുക്കുന്നവർക്ക് 2 രൂപയുമായിരുന്നു മിനിമം കൂലി. എന്നാൽ തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നതാകട്ടെ നിശ്ചയിച്ച കൂലിയുടെ നേർപകുതിയും. ഇതിനെതിരെയാണ് ചകിരി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. ചകിരി തല്ലണ നീക്കിയിട്ടിട്ട് സമരത്തിന് പോയിട്ടുണ്ട്. എത്ര ആളും മരിച്ചു. ഈ ജയിലിൽ എത്ര ആൾ ചെന്ന് കിടന്ന് എൻ്റെ അച്ഛനും എൻ്റെ ആങ്ങളെ അടി കിട്ടിയിട്ട് അവരൊക്കെ മരിച്ചു പോയി. ഇത്തമാതിരി അന്നില്ല ആള് ഉണ്ടായിട്ട് കാര്യമില്ല. അവർ പെറങ്കാലം കൊണ്ട് നമ്മളെ തട്ടിയിടും. എന്നിട്ട് ഇങ്ങോട്ട് അടിക്കിന് ലാത്തി കൊണ്ട്. ചകിരി തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ 1955 ആരംഭിച്ച സമരം മാസങ്ങളോളം നീണ്ടുനിന്നു. 163 സ്ത്രീകളും സമരത്തിൽ പങ്കെടുത്തു. പണിമുടക്കിയുള്ള സമരമായിരുന്നില്ല അത്. കൃത്യമായി തൊഴിലാളികളെ നിശ്ചയിച്ച ചകിരിക്കളത്തിലിറങ്ങി തൊണ്ടുതല്ലിയായിരുന്നു സമരം. കരിക്കൊടി സമരം രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായതോടെ സമരഭടന്മാർക്ക് പോലീസിന്റെ കൊടിയ മർദ്ദനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. സ്ത്രീ തൊഴിലാളികളടക്കം ഒട്ടേറെ ആളുകൾ മാസങ്ങളോളം ജയിൽവാസം അനുഭവിച്ചു. അന്തിക്കാട് കരിക്കൊടി സ്വദേശിനിയായ നാരായണി ജയിലിൽ വെച്ചാണ് പ്രസവിച്ചത്. ഇന്നും ജീവിച്ചിരിക്കുന്ന നാരായണിയുടെ മകൻ സത്യൻ അറിയപ്പെടുന്നത് ജയിൽ പുള്ളി എന്ന പേരിലാണ്. പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സമരങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അതിൽ ഭാഗമായിട്ടാണ് ജയിലിൽ എൻ്റെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ പോയത്. അവിടെ കിടന്നിട്ടാണ് പ്രസവിച്ചത്. പിന്നെ അതിൻ്റെ ഭാഗമാകാനായിട്ട് എനിക്കൊരു ഭാഗ്യം കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു ഇത് കിട്ടി. കുറേ അമ്മമാരെ മുല ഞാൻ കുടിച്ചു എന്ന് അമ്മ എല്ലാവരും കൂടെയുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആണ്. അപ്പോൾ അത് അച്ഛനും അതിലൊരു ഭാഗമാണ്. അച്ഛൻ ഒളിവിലായിരുന്നു, അമ്മ തന്നെയാണ് കൊണ്ടുപോയത്. ഭരണകൂടത്തിനും ജന്മികൾക്കും മുന്നിൽ വീറോടെ പൊരുതിയവരെ സഹായിക്കാൻ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായി. മാസങ്ങൾ നീണ്ട തുടർ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ സമരം അവസാനിച്ചു. അർഹിച്ച അവകാശം തൊഴിലാളികൾ നേടിയെടുത്തു. അന്ന് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന സമരം എന്ന് പറയുന്നത് ദീർഘകാലം നീണ്ടു നിന്ന സമരമായിരുന്നു. ആ സമരം 42 മുതൽ 47 വരെ, 47-ൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പോലും ഇവിടെ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനാജ്ഞ നിലനിന്നിരുന്ന രീതിയിൽ നടന്ന സമരമാണ്. ആ സമരത്തിൽ ആ 2-3 കാലഘട്ടങ്ങളിലായിട്ട് 11 പേര് രക്തസാക്ഷികളായി മാറുന്ന ഭീകരമായ പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും നരനായിട്ട് നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് അന്തിക്കാട് പ്രദേശം. ജ്വലിക്കുന്ന ഓർമ്മകളും ജീവിതാനുഭവങ്ങളുമായി കരിക്കൊടി സമരത്തിൽ പങ്കെടുത്ത ഒരു കൂട്ടം ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സമരത്തിന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് CPIയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇവരെ പ്രത്യേകമായി ആദരിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ തൊഴിലാളി സമരങ്ങളുടെ നേരവകാശികളായി മാറിയ പുതിയ തലമുറയിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ന്യൂസ് മലയാളം, തൃശൂർ.